അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആന കാടിറങ്ങി. ഇന്ന് രാവിലെ വെറ്റിലപ്പാറ 14 സമീപത്ത് ആനയെ കണ്ടെത്തി. 3 ആനകൾക്കൊപ്പമാണ് പരിക്കേറ്റ ആനയുടെ സഞ്ചാരം. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഗുഡ് മോർണിംഗ്. ആന ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? ഈ 4 ആനകളും? മൊത്തം ഇപ്പോൾ ഈ 4 ആനകളും വെറ്റിലപ്പാറയിലെ ചാലക്കുടി പുഴയുടെ തീരത്ത് തന്നെ തുടരുകയാണ്. ആ കാടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് നിലവിലിപ്പോൾ ഉള്ളത്. മറ്റ് 3 ആനകൾക്കൊപ്പമാണ് ഈ പരിക്കേറ്റ ആന നിലവിലുള്ളത്. ഈ കാട്ടാനയുടെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്ന് തന്നെയാണ് നിലവിലത്തെ ഈ പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ മുറിവേറ്റ കാട്ടാനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു. അതിനിടെയാണ് ഇന്ന് രാവിലെയോടുകൂടി വെറ്റിലപ്പാറ 14 ഈ പ്ലാന്റേഷൻ ഭാഗത്ത് കാണുകയും തുടർന്ന് പ്ലാന്റേഷൻ ഭാഗത്ത് നിന്ന് തിരികെ ഈ പുഴ മുറിച്ചു കടന്ന കാട്ടിലേക്ക് പോവുകയും ചെയ്തത്. ഇപ്പോൾ ആ കാടിനോട് ചേർന്നുള്ള പുഴയ്ക്ക് അരികിലായി ഏകദേശം ഒരു 10 മീറ്റർ ദൂരം മാത്രമേ പുഴയും ഈ ആന നിൽക്കുന്ന ഇടവും തമ്മിൽ ഉള്ളൂ. അവിടെയാണ് ഇപ്പോൾ നമുക്ക് ഈ ആനയെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഈ മയക്കുടി വെക്കാനുള്ള നീക്കങ്ങൾക്കിടെ ഈ ആന ഉൾക്കാട്ടിലേക്ക് കയറുകയായിരുന്നു. അത് ഏകദേശം 50 അംഗ ദൗത്യസംഘം ഒന്നായിരുന്നു ഈ ആനയെ മയക്കുവെടി വെക്കാനും ചികിത്സ നടത്താനും ഒക്കെ തീരുമാനിച്ചത്. അങ്ങനെ അതിനിടയിലാണ് ഈ ആന ഉൾക്കാട്ടിലേക്ക് കയറിയത്. ഇപ്പോൾ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ഈ ആരോഗ്യസ്ഥിതി ഇപ്പോഴും ആശങ്കാജനകമാണ് എന്ന് തന്നെയാണ് ഈ ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ആന ഉൾക്കാട്ടിൽ കയറിയതിന് ശേഷം ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയായിരുന്നു ഉൾവനത്തിലും മറ്റുമൊക്കെ ഈ തിരച്ചിൽ നടത്തിയത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ രാവിലെയോടുകൂടി ആനയെ വീണ്ടും ഈ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരാനായത്. ഇപ്പോൾ ആന ഈ കാടിനോട് ചേർന്ന് ഒരു സ്ഥലത്ത് ഏകദേശം 1 മണിക്കൂറിലധികം നേരമായി ഇവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. ഇതിനിടയിൽ പല തവണയായിട്ട് ആന ഈ മണ്ണ് മുകളിലേക്ക് വാരിയെറിയുന്നുണ്ട്. ഈ മുറിവേറ്റ ഇടത്തും ഈ മണ്ണ് എറിയുന്നുണ്ട്. ഒരുപക്ഷെ ഈ മുറിവിൻ്റെ വേദന കൊണ്ടാകാം അങ്ങനെ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസം ഈ ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ശ്രമത്തിനിടെ ഈ ആനയ്ക്ക് പേടി തട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെയാണ് ആനയെ ആ ഘട്ടത്തിൽ പിടിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് 3 ആനകൾക്കൊപ്പമാണ് ഈ ആനയുടെ സഞ്ചാരം. അത് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഈ മറ്റ് 3 ആനകളെ ഒഴിവാക്കി ഇതിനെ ഒറ്റപ്പെടുത്തി വേണം ഇനി ഇതിനെ പിടികൂടി ചികിത്സിക്കാൻ. അത് എപ്രകാരമായിരിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത്. നിലവിലിപ്പോൾ പുഴയുടെയും ജലാശയത്തിന് അടുത്ത് വെച്ചൊന്നും ഈ മയക്കുവെടി വെക്കാൻ സാധ്യമല്ല എന്നതാണ് ഡോക്ടർ അരുൺ സക്രയും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകും. ഈ സ്റ്റാൻഡിങ് സെഡേഷനാണ് നൽകുക. അപ്പോൾ അത് നൽകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ആന ആ ഘട്ടത്തിൽ ഓടാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങോട്ടേക്കാണ് അതിൻ്റെ നീക്കം എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ കാലടി പ്രദേശത്തെ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് ആനയെ എത്തിച്ച് അതിനുശേഷം മാത്രമേ ഈ മയക്കുവെടി സ്റ്റാൻഡിങ് സെഡേഷൻ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. നിലവിൽ ആ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ചാലക്കുടി പുഴയുടെ തീരത്ത് നിന്ന് ഈ ആന അങ്ങോട്ടേക്ക് അനങ്ങുന്നില്ല. നിലവിൽ മറ്റ് 3 ആനകൾക്കൊപ്പം ഇവിടെ മേഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ നിന്നൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഏകദേശം 1 മണിക്കൂറിലധികം നേരമായി ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത് ആന തുടരുന്നത്. അവിടെ നിന്ന് പല തവണയായിട്ട് ഈ ആന മണ്ണ് വാരി മുകളിലേക്ക് ഈ മുറിവേറ്റ ഇടത്തുമൊക്കെ ഈ നിലവിൽ ഈ കാലടി പ്ലാന്റേഷൻ ഭാഗത്താണ് നിലവിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ഉള്ളത്. ഈ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആ പ്രദേശത്ത് നിന്നാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റും, അതായത് ഈ ചാലക്കുടി പുഴയുടെ ആന നിൽക്കുന്ന ഭാഗത്തിനോട് ചേർന്നുള്ള പ്ലാന്റേഷൻ ഭാഗത്താണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ആനയെ നിരീക്ഷിച്ച് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നമുക്ക് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ മറ്റുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അവരവിടെയാണുള്ളത്. ഈ ആനയുടെ മൂവ്മെൻ്റ് അനുസരിച്ചായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ. അതായത് ആന ഈ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് നീങ്ങണം. അതോടൊപ്പം തന്നെ മറ്റ് 3 ആനകളിൽ നിന്ന് ഈ ആനയെ മാറ്റണം. ഒരുപക്ഷെ അത് ഒരു കുങ്കിയാനയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഈ മറ്റാനകളിൽ നിന്ന് ഈ ആനയെ ഒറ്റപ്പെട്ട് നിർത്താൻ കഴിയുമായിരിക്കും. പക്ഷേ അത് വലിയ രീതിയിലുള്ള ചിലവും കാര്യങ്ങളൊക്കെ ആയതിനാലാണ് ആ ഒരു നീക്കം ആദ്യഘട്ടത്തിൽ ഉപേക്ഷിച്ചത്. ഇനി എങ്ങനെയാണ് എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ ആന മറ്റ് 3 ആനകൾക്കൊപ്പം തന്നെ തുടരുകയാണ് എങ്കിൽ ഈ കുങ്കിയാനയെ ഒരുപക്ഷെ കൊണ്ടുവന്ന് ഈ പറയുന്ന രീതിയിൽ മറ്റാനകളെ ഈ ആനയിൽ നിന്ന് ഇതാക്കി ഈ ആനയെ ഒറ്റപ്പെടുത്തി നിർത്തി ഈ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് കുങ്കിയാനയെ ഉപയോഗിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും നടത്തുക. അത്
എത്രത്തോളം പ്രായോഗികമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച ശേഷമായിരിക്കും ആ ഒരു കാര്യത്തിലേക്ക് കടക്കുക. നിലവിലിപ്പോൾ ഈ ചാലക്കുടി ആ പുഴയുടെ ഭാഗത്ത് തന്നെ ഈ ആന തുടരുകയാണ്. ഇവിടെ നിന്ന് ഈ ശരീരത്ത് നിരന്തരമായി മണ്ണ് വാരി എറിയുന്നുണ്ട്. ഒരുപക്ഷെ അത് മുറിവേറ്റ മുറിവിൻ്റെ വേദന ഉണ്ടാവാം അങ്ങനെ ചെയ്യുന്നതെന്നാണ് കരുതുന്നത്. നിലവിലിപ്പോൾ ഫോറസ്റ്റ് അധികൃതരും മറ്റുമൊക്കെ ഈ ആനയെ ഇതിൻ്റെ നീക്കം എങ്ങോട്ടാണ് എന്നത് സംബന്ധിച്ച് നിരീക്ഷിച്ചു വരികയാണ്. ആന നിരന്തരമായി മസ്തകത്തിലേക്ക് മണ്ണ് വാരി എറിയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വേദന കൊണ്ടായിരിക്കും പ്രകൃതിദത്തമായി ഇത്തരം ചില സംവിധാനങ്ങൾ മൃഗങ്ങൾ ചെയ്യാറുണ്ട്. നമുക്കത് പരിചയമുള്ളതാണ്. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുതന്നെ ആയിരിക്കണം ആന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവശനാണ്, ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് തന്നെ ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വെറ്റിലപ്പാറ 14 ഭാഗത്താണ് ഇപ്പോൾ ആന ഉള്ളത്. പുഴ കടന്ന് അപ്പുറത്താണുള്ളത്. പക്ഷേ കാട് ഇറങ്ങി പൂർണ്ണമായും പുറത്തേക്ക് പ്ലാന്റേഷൻ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം.